നമ്മൾ ആത്മീയ മാർഗമായി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നമ്മുടെ കട്ടപ്പ ശൈത്യ. ഒന്നും രക്ഷയില്ല. പുള്ളിക്കാരത്തേക്ക് ഭയങ്കര വിഷമം. ആ വിഷമം തീർക്കാൻ വേണ്ടി അമ്മയും അച്ഛനുമായിട്ട് വാരണാസിയിൽ പോയി ഗുദാഗവ ആയിട്ടിരിക്കുകയാണ്. തപസ്സിലിരിക്കുകയാണ് നമ്മുടെ തപോകന്യക. ഒന്നും പറയാനില്ല. ഷോ കഷ്ടം, എൻ്റെ കൊച്ചിന് ഇങ്ങനെ ഒരു അവസ്ഥ. നല്ലതാണ്, അമ്മച്ചി മോശമല്ല മോളും മോശമല്ല, രണ്ടും കൂടെ അവിടെ പോയി ഇരിക്കുന്നതാണ് നല്ലത്. ഇവിടെ എങ്ങനെ നിന്നാൽ മാപ്പറകൾ ഓടിച്ചിട്ട് പിടിക്കും. എന്ത് ചെയ്യും മല്ലയ്യ? എന്നാൽ പിന്നെ തോറ്റ് എന്നങ്ങോട്ട് സമ്മതിക്കാനുള്ളൊരു വൈക്ലപ്യം, ആ വൈക്ലപ്യമാണ് ഇതാ എക്സ്പോസ് ആയിട്ട് വരുന്നത്. എന്ത് കിടന്ന് പറയണം. സോഷ്യൽ മീഡിയ മുഴുവൻ ശൈത്യയുടെ വെല്ലുവിളിയാണ്. ശൈത്യ ചേച്ചിയുടെ വെല്ലുവിളി നമുക്കൊന്ന് കേൾക്കാം. ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR ദിനസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു മോളെ. ഞാനും അവളുടെ ഒരു PR ആയിരുന്നു. ആ സന്തോഷ വാർത്ത ഞാൻ നിന്റെ അടുത്ത് അറിയിക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് 10 പൈസ കുച്ച് തന്നിട്ടില്ല. പക്ഷേ യൂട്യൂബ് വരുമാനം കിട്ടിയിട്ടുണ്ട്. അവൾ 10 പൈസ നമുക്ക് തന്നിട്ടില്ല. ഇനി തരുവും വേണ്ട വേണ്ടെന്താണ്. നമ്മൾ ഫ്രീ PR ആയിരുന്നു ആർക്ക്? അനുകുട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നിന്റെ അഭിനന്ദനം ഏറ്റു. 1.5 ലക്ഷം രൂപ വാങ്ങി സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ച് ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ദിനസാറ് PN പണിയാണ് തന്നത്. ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസ് ആക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്ക് എല്ലാം നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. പിന്നെ അവിടെ ഇല്ലേ? അല്ല, അപ്പോ അഖിൽ മാരാറിന്റെ കേസ് അവിടെ നിൽക്കട്ടെ. നീ വിനുവിന്റെ കാര്യം പറഞ്ഞതിൽ വിനു പറഞ്ഞത് ഇങ്ങനെയായിരുന്നില്ലല്ലോ. വിനു പറഞ്ഞത് എന്തായിരുന്നു? ഇവളുടെ തന്തയും തള്ളയും പോയി കാലി പിടിക്കാത്ത കുറവായിരുന്നു. ഞാൻ ഓൾറെഡി മറ്റൊരാൾക്ക് കമ്മിറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ഏറ്റെടുക്കാതെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നും അച്ഛൻ്റെയും അമ്മയുടെയും പെർമിഷനോട് കൂടി തന്നെ പോസ്റ്റ് ഇടുകയാണെന്നും പറഞ്ഞ് പുള്ളി ഒരു നീണ്ട നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാവർക്കും എതിരെയൊക്കെ കേസ് കൊടുക്കുന്ന അനക്ക് വിനു സാറിനെതിരെ കേസ് കൊടുത്തൂടെടി. 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് പറ്റിച്ച കള്ള എന്ന് പറഞ്ഞിട്ട് ആ പൈസയ്ക്ക് കൊണ്ടുപോയി കേസ് കൊടുത്തൂടെ? 1.5 ലക്ഷം രൂപ കൊണ്ട് അണ്ണാക്കി തള്ളിയിട്ട് നിനക്ക് PR വർക്ക് വേണമായിരുന്നു. നോക്കൂ കേസ്, ഇവള് ഏത് നേരവും പറയണത് എന്താണ്? PR. അവിടെ അതിനകത്ത് പോയി ഇവള് പെർഫോം ചെയ്ത് എന്തായിരുന്നു? എന്റെ PR തന്നെയായിരുന്നു നിന്റെ PR. ഓ അങ്ങനെയല്ല, നിന്റെ PR തന്നെയായിരുന്നു എന്റെ PR. ഇങ്ങനെയല്ലേ പറഞ്ഞത്? എന്നിട്ട് അപ്പൊ PR 2 പേർക്കും ഉണ്ട്. അനുമോൾ കുറ്റക്കാരിയാണെങ്കിൽ അവളും കുറ്റക്കാരിയാണ്. PR കൊടുക്കാത്ത ഒരു വ്യക്തിയെ കാണിച്ചു തരിക അതിനകത്ത്. സർവത്രവും മായവും വ്യാജവും. ഇനിയിപ്പോൾ അനീഷിന്റെ കുറെ ആൾക്കാർ വന്നിട്ട് പറയും, അയ്യോ അവനേക്ക് PR ഒന്നും ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, A-to-Z നുണ മാത്രം പറയുന്ന ഒരു നുണയനെ കൊണ്ടുവന്നിട്ട് എൻ്റെ തലയിൽ തള്ളി വെക്കല്ലേ. ഞാൻ അയാളുടെ മുഴുവൻ നുണ എടുത്തിട്ട് കഴിഞ്ഞാൽ നാറി പാണ്ടാറടങ്ങി പൊയ്ക്കോണം. ഇനി അത് പോട്ടെ, ഈ പെണ്ണ് നിർബന്ധിച്ച് അയാളെ കൊണ്ട് ഇതെടുപ്പിക്കുന്നു. 1.5 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. ഇത് അവളും സമ്മതിക്കും. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ എല്ലാം വാങ്ങിച്ചെടുത്തിട്ട് ഞാൻ റീച്ച് ആയിരുന്നു. എടി കള്ളം പറയില്ലടി, നീ നല്ല റീച്ചല്ലേ ഇപ്പോ? നീ ആരാ ഇപ്പോ? ഒരു സുഹൃത്ത് എങ്ങനെയായിരിക്കരുത് എന്നുള്ളതിൻ്റെ തെളിവാണ് നീ. അതൊരു നല്ല തെളിവല്ലേ? കൊച്ചു പിള്ളേർക്ക് ഇത് പാഠ്യ വിഷയമാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പഠന വിഷയമാക്കേണ്ട ഒരു കാര്യമാണ് നീ. മനസ്സിലായോ? നിന്നെ ചേർത്ത് പിടിച്ചവർക്ക് എല്ലാവർക്കും പണി നീ കൊടുത്തിട്ടല്ലേ വന്നുള്ളൂ. ഒരാളെ വിട്ടിട്ടില്ല. അതായത് കുത്തിത്തിരിപ്പിന്റെ മറ്റൊരു വേർഷനാണ്. കുറച്ചുകൂടെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവളിത് പറഞ്ഞതുകൊണ്ടാണ് നമുക്കിത് പറയേണ്ടി വന്നത്. അതായത് അവിടെ ആദില ഇരിക്കുന്നു, നൂറ ഇരിക്കുന്നു, അങ്ങനെ എല്ലാവരും ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഇതിലാണ്. നിങ്ങൾക്ക് അറിയുമോ അവളുടെ PR ആയിരുന്നു എൻ്റെയും PR. 1.5 ലക്ഷം രൂപ എൻ്റെ അച്ഛൻ്റെ നിന്ന് വാങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി ഇതൊക്കെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നീ അനീഷേട്ടനെ എനിക്കറിയാം, അദ്ദേഹം എത്ര പാവമാണ് എന്ന് വെച്ചാൽ ഇവക്ക് സ്വന്തമായിട്ട് അനീഷിനെ അറിയാമെന്ന്. അവിടെ അനീഷിനെ കൊണ്ടൊരു കുത്ത്. അനീഷ് ഇനി അടുത്ത് അവളെ കുത്തണം. അതുപോട്ട് നീ എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തതുപോലെ ഞാൻ ഇറങ്ങിയ ഉടനെ ഇവരെയും നീ ബാക്ക് സ്റ്റാബ് ചെയ്തില്ല. ആരെ? ആദിലെയും നൂറേയും ചെയ്തില്ലേന്ന് എന്ന് വെച്ചാൽ ഇനി അവരും കൂടെ ആക്രമിക്കണം. സത്യത്തിൽ ഈ പൊട്ടത്തി കാരണം ബിനുവിൻ്റെ ജോലി എളുപ്പമായി. ഇവള് കാരണം അനുമോള് ശരിക്കും അങ്ങോട്ട് ജയിച്ചു. അങ്ങേയറ്റം പീഡനമാണെങ്കിൽ പോലും അവൾ സെക്കൻഡോ മറ്റോ വരാനേ ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ. അവൾ ജയിക്കാൻ കാരണം സത്യം വന്ന ശൈത്യ ഒരുത്തിയുടെ കുശുമ്പും കുഞ്ഞായ്മയും കൊണ്ട് മാത്രം ജയിച്ചതാണ് അനുമോളെന്ന് ഞാൻ പറയും. അത്രത്തോളം ഈ പെണ്ണിൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ ഒരാളെ നോക്കിയിട്ട് ഇതുപോലെ പ്രതികാര ബുദ്ധിയോടുകൂടി ഐരാഗ്യത്തോടുകൂടി അസൂയോടുകൂടി ജീവിക്കുകയാണെങ്കിലുണ്ടല്ലോ അവർക്ക് ഉന്നമനം ഉണ്ടാകും. നമ്മൾ താഴോട്ട് പോകും. അതൊരു വലിയ പഠിത്തമാണ്. നമ്മൾ മുന്നേറണമെങ്കിൽ മറ്റുള്ളവരെ നമ്മൾ സമാന ഭാവത്തിൽ തന്നെ കാണണമെന്നുള്ളതാണ്. ഒരു വിവരമില്ലാത്ത പെണ്ണിരുന്ന് വെല്ലുവിളിക്കുകയാണ്. ശരി, പ്രായത്തിൻ്റെതാണ്. ഞാൻ അമ്മച്ചിക്ക് പറഞ്ഞു കൊടുത്തൂടെ, ഇങ്ങനെയല്ല മോളെ, ഇങ്ങനെ പറയരുത്, ഇതൊക്കെ മോശമാണെന്ന്. ഇവക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ഗൈഡ് ലൈൻ കൊടുക്കാൻ ഒരാളുമില്ല. താൻ എന്തോ സംഭവമാണെന്ന് തോന്നലുകൊണ്ടാണ് ഇതൊക്കെ കിടന്ന് അലക്കുന്നത്. ഇനി മാരാറിന്റെ തലയിലോട്ട് കയറിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. അഖിൽ മാരാറിനോട്, മാരാറ് കൊട്ടിയാൽ മാക്രി കറിയുമായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ കരയത്തില്ല. മാരാര് കൊട്ടിയാൽ മാക്രി കറിയും.
ഈ കൊട്ടിയ കരയുന്ന സാധനമാണോ ഈ മാക്രി? ഓ എനിക്കറിയത്തില്ല. അങ്ങനെ കണ്ട് മാരാരെ മാക്രിന്ന് വിളിച്ചതായിരിക്കുമോ? അതോ എന്തരാണ്? നമുക്ക് തലമുണ്ടാക്കേണ്ട, അത് മാരാരുടെ വിഷയമല്ലേ, മാരാര് മറുപടി പറയട്ടെ, നമുക്കതിനകത്തൊന്നും പറയാനില്ല. മാരാര് സപ്പോർട്ട് ചെയ്തത് കൊണ്ടായിരിക്കും മാരാർക്കിട്ടൊരു കൊട്ട് കൊടുത്തതെന്ന് തോന്നുന്നു. എന്തരാണോ? അതോ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അറിയാതെ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടായിട്ടുണ്ടോ? അതും അറിയത്തില്ല. ഏതായാലും മാരാരുടെ തലയിലോട്ട് പാഞ്ഞു കയറുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. അപ്പം പിന്നെ ഔട്ട് സ്പോക്കണാണ്, എടുത്ത് അറുമാതിച്ചങ്ങ് വിടും. ഒന്നും രണ്ടുമല്ല, നല്ലപോലെ കേൾക്കേണ്ടി വരും. മാരാരാലും ടെററാ, ചെന്നങ്ങോട്ട് കയറാൻ പറയുന്നു. അടി എത്ര പേരെ കൊണ്ടുവന്ന് നിർത്തിയാലും, നീ എന്തൊക്കെ വർത്തമാനം പറഞ്ഞാലും, എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്താലും, ജനം കണ്ടുകൊണ്ടിരുന്നതാണല്ലോ ശൈത്യ എന്ന സ്ത്രീ അവിടെ എന്താണ് ചെയ്തതെന്ന്. പിന്നെ താനൊരു തോന്നിവാസം കാണിക്കാതെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം കേസ് കൊടുത്ത് ഒതുക്കാൻ നോക്കുന്ന നീ വക്കീലെന്ന് പറയല്ലേ, അഡ്വക്കേറ്റ് എന്ന് പറയല്ലേ, അഡ്വക്കേറ്റ്സിനെ നാണക്കേടാണ്. അത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. അത്രത്തോളമേ നീ പഠിച്ചിട്ടുള്ളൂ, നിന്റെ ബോധ നിലവാരം അവിടം വരെ ഉള്ളോളൂ എന്നർത്ഥം. ഏത് ഇതിനകത്ത് പോയാലും എനിക്ക് ഒന്നാമനാവണം. മറ്റേ ഷോ ഏതാണ്, ഏതോ ഒരു അമ്മയും മകളും തമ്മിലുള്ള ഷോയ്ക്കകത്ത് പോയി, അവിടെയും പോയിട്ട് ഫസ്റ്റ് പ്രൈസ് കൊടുത്തില്ലെന്ന്. ലോകത്ത് ആദ്യം നടക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ഞാൻ ഇവർക്ക് വേണ്ടി വീഡിയോ ഇട്ടിരുന്നു. എന്താണതിപ്പം ഇങ്ങനെയുള്ള ഇതിനകത്തൊക്കെ പോകേണ്ട കാര്യം എന്താ എന്നൊക്കെയായിരുന്നു എൻ്റെ വീഡിയോയുടെ മെയിനായിട്ടുള്ള ഇത്. പക്ഷേ ഇപ്പം എനിക്ക് സത്യത്തിൽ പുച്ഛം തോന്നുന്നു. നിനക്കൊക്കെ എന്തിൻ്റെ സോക്കേടാണ്? നമ്മളൊരു വിഷയത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ, ഒരു പരിപാടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അപ്പ് ആൻഡ് ഡൗൺസ് വിൽ ബി ദെയർ. നമ്മൾ തോൽവിയിൽ നിന്ന് പഠിക്കണം, തോൽവിയിൽ നിന്ന് ജയിക്കാനുള്ള അത് പഠിക്കണം. എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്, എന്ത് പറഞ്ഞിട്ട് എന്താണ്, വീണ്ടും ഇരുന്നുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്. ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ഇതിനകത്ത് കുറേ പോർഷൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്, കാരണം വലിയൊരു നീണ്ട സംഗതിയാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. എന്ത് റഷ്യൻ വിപ്ലവം? അയാൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കിയ കുറച്ച് അറിവുള്ള വ്യക്തി തന്നെയാണ് അഖിൽമാര, തർക്കമൊന്നുമില്ല. പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇച്ചിരി സ്ത്രീവിരുദ്ധതയുണ്ട്. ഞാനും അവനും തമ്മിലുള്ള കോട്ടി അതാണ്. അതൊഴിച്ചാൽ അഖിൽ മാരാറിൻ്റെ കൂടെ അടിച്ചു നിൽക്കാൻ നിന്നെ കൊണ്ട് പറ്റൂ നീ വിചാരിക്കുക പോലും വേണ്ട. അയാൾ നല്ലപോലെ സംസാരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ നിന്നെ മൈൻഡ് പോലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ ചെയ്തിട്ടുണ്ടോയെന്നും എനിക്കറിയത്തില്ല, ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയിട്ടില്ല. ശൈത്യ എന്ന വ്യക്തി അവിടെ കാണിച്ച പോക്കൃത്തരങ്ങൾ, ഓരോ കാര്യങ്ങളും എടുക്കുക. നമ്മൾ എന്തുകൊണ്ട് ശൈത്യ നമ്മൾ പറയണമെന്നറിയാമോ? ഒരു അഡ്വക്കേറ്റായ അത്യാവശ്യം കാണാൻ ചന്തമുള്ള ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കുത്തിത്തിരിപ്പാണ് അവിടെ സംഭവിച്ചത്. നമ്മൾ എഡ്യൂക്കേറ്റഡ് പേഴ്സണെ നോക്കുന്നത് എങ്ങനെയാണ്? അവർ വിദ്യാഭ്യാസമുള്ളവരല്ലേ? അവർ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പും കുഞ്ഞായ്മയും പറയും. ഇവിടെ കേട്ടത് അവിടെ കേട്ടത് ഇവിടെ, അവിടെ കേൾക്കാത്തതും കൂടെ ഇവിടെ വന്ന് പറഞ്ഞ് ഇവിടെ ഉള്ളവരെ കൊണ്ട് അവരെ അടുപ്പിക്കുക. ഇത്യാദി കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ട് കാണിക്കുമെന്നാണ് പറയണേ. സത്യത്തിൽ അങ്ങനെയല്ല കേട്ടോ. ഒത്തിരി വിദ്യാഭ്യാസം ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ കുഞ്ഞായ്മകൾ കാണിക്കുന്നത്. ഇത് മുഴുക്ക അസൂയയാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ശൈത്യ, ഗോ ടു എ ഹോസ്പിറ്റൽ, നന്നായിട്ട് പോയി നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണുക. ബിക്കോസ് നിങ്ങൾ ഭയങ്കര പ്രോബ്ലത്തിലാണ് ഉള്ളത്. നിങ്ങളുടെ ഈ അസൂയ നിങ്ങളുടെ ലൈഫ് തന്നെ നശിപ്പിക്കും. ബ്ലസ്ഡ് ആണ്, അമ്മയ്ക്കും അച്ഛനും ഒരേ മകള്, ഇത്രയധികം ആളുകളിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നു, എഡ്യൂക്കേറ്റഡ് ആണ്, സൗന്ദര്യമുണ്ട്, എവറിത്തിങ് ഈസ് ദെയർ. പക്ഷേ യു ആർ നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ്. നമ്മളെപ്പോഴും നമ്മളെക്കാൾ ഉയർന്നവരെ നോക്കി വെള്ളം ഇറക്കാൻ നിൽക്കരുത്. നമ്മളെക്കാൾ താഴ്ന്നവരെ നോക്കിയിട്ട് നമ്മൾ സമാധാനപ്പെടുകയാണ് വേണ്ടത്. ഓക്കെ, അവരെക്കാൾ ബ്ലെസ്ഡ് ആണ് ഞാൻ. ഈ ഒരു പോർഷനിൽ നമുക്ക് സന്തോഷവും സമാധാനവും വരും. പറഞ്ഞാലും നീ കേൾക്കത്തില്ല. ഇനിയിപ്പോൾ ഇതിനും വേണമെങ്കിൽ നീ കൊണ്ടുപോയി പെറ്റീഷൻ കൊടുക്കും. ഏതായാലും കൊള്ളാം. ആട്ടുകാരെടുത്ത് വെച്ച് ഊക്കാൻ വേണ്ടി സ്വയം കൊണ്ടുവന്ന് അങ്ങ് ഇട്ടുകൊടുക്കുന്ന ഒരു പ്രത്യേകതരം ജീവി. അത്രേ എനിക്ക് നിന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളൂ. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.